ഇന്ന് ഞാനൊരു പുഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു 2 കിവി, 2-3 ഓറഞ്ച്, കുറച്ച് ഗ്രേപ്സ്, ഒരു ഏത്തപ്പഴം, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടൊന്നും ആക്കിയില്ല, വെറുതെ വെച്ചിട്ട് ആദ്യം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. ഇനി ഒരു 2 ഗ്ലാസ് പാലൊഴിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ സ്റ്റാർച്ച് ഇടാം. നമുക്കിനി അടുപ്പ് ഒന്ന് കത്തിച്ച് നന്നായിട്ട് ഇതൊന്ന് കുറുക്കി എടുക്കാം. നന്നായിട്ട് നല്ല തീയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാം. നല്ല തിക്ക് ബാറ്ററായിട്ട് എടുക്കാം. നല്ലതായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ബട്ടർ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏതാണ്ട് ഒരു 50 ഗ്രാം ബട്ടർ. ഇത് നന്നായിട്ട് കുറുവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്ത് ആദ്യം നമുക്ക് ഏത്തപ്പഴം കട്ട് ചെയ്യാം. ഇനി മുന്തിരി കട്ട് ചെയ്യാം. ഇനി നമുക്ക് കിവി തോല് കളഞ്ഞ് അത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇത് തിരിച്ച് ഇതുപോലെ കുറുകെ കൂടി ഒന്ന് കട്ട് ചെയ്ത് ഫുള്ളും എടുക്കാം. ഇനി ഓറഞ്ച് എടുക്കാം. നല്ല മധുരമുള്ള ഓറഞ്ചാണിത്. ഇത് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഓറഞ്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൂട്ട്സുകൾ ഇടാം. ആദ്യം ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഓറഞ്ച്. ഇനി ഗ്രേപ്സ് ഇടാം. ഇനി അടുത്തത് നമുക്ക് പഴം ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കിവി ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു കേക്ക് ട്രേയിൽ വെച്ചിട്ട്, ഇനി ഇത് കുക്ക് ചെയ്യുന്നതും വേണ്ട, നമുക്ക് കേക്ക് ട്രേയിൽ വെച്ച് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച്, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ, ഫ്രീസറിൽ വെക്കേണ്ട, വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫ്രൂട്ട്സിൻ്റെ മിക്സിങ് ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഫ്രൂട്ട്സിൻ്റെ ഈ ബാറ്റർ ഇതിലേക്ക് റെഡിയാക്കി സെറ്റാക്കി വയ്ക്കാം. എല്ലാം കൂടെ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് നല്ല ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. എന്നാലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിത് കുറച്ച് പോംഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഡെക്കറേഷന് വേണ്ടി ഒന്ന് ചെയ്യാം. ഇങ്ങനെ നമ്മൾ പുഡിങ് 4 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പൊളിയായിട്ടുണ്ട്. മാഷാ അല്ലാ, നല്ല അടിപൊളി. ഇനി നമ്മൾക്ക് ഒരു ഡെക്കറേഷനും കൂടെ ഒന്ന് ചെയ്യാം. നമുക്കൊരു ഡെക്കറേഷനും കൂടെ ചെയ്യാം. നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ പൊടി കൂടി ഒന്ന് ഇതിലോട്ട് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം.
കുറച്ച് പോംഗ്രാനൈറ്റ് കൂടെ ഒന്നിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നമ്മളെ പോളി പുഡിങ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ ഫ്രൂട്ട്സുകളും എല്ലാം കൂടിയായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല പോളി പുഡിങ്ങാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ.